മിസ് എന്താണ് ക്ലാസ് ഒന്നും എടുക്കാതെ പ്രിങ്കിൾസും കഴിച്ചിരിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവും അല്ലേ നിങ്ങൾ ഓരോരുത്തരും. ഈ പ്രിങ്കിൾസിന് പിന്നിലുണ്ട് മാത്തമാറ്റിക്സ്. പ്രിങ്കിൾസിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അതിൻ്റെ ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് തന്നെയാണ് അല്ലേ. ഏതാണ് ഈ ഷേപ്പ് എന്ന് പലപ്പോഴും നമ്മൾ കൺഫ്യൂസ് ആവാറുണ്ട്. +1 നമ്മൾ കോണി സെക്ഷൻസ് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പരാബോള പഠിക്കുന്നുണ്ട്, സർക്കിൾ പഠിക്കുന്നുണ്ട്, എലിപ്സ് പഠിക്കുന്നുണ്ട്, ഹൈപ്പർബോള പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വിദ്യാർത്ഥിയും നിരന്തരം സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിതൊക്കെ എന്തിനാ പഠിക്കണേന്ന്. അപ്പോൾ എല്ലാവർക്കും എന്തിനാ പഠിക്കണേ സീരീസിൻ്റെ 2nd എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് പ്രിങ്കിൾസിന് പിന്നിലുള്ള മാത്തമാറ്റിക്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും പ്രിങ്കിൾസിന് പിന്നിലും മാത്തമാറ്റിക്സ് എന്ന് വിചാരിക്കും അല്ലേ. അതായത് 1956 കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള നിരന്തരമായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഗ്രീസി ആയിട്ടുള്ള സ്റ്റെയിലായിട്ടുള്ള പൊട്ടറ്റോ ചിപ്സിനെ കുറിച്ച് കംപ്ലയിൻറ്റ്സ് വന്നതിനെ തുടർന്നാണ് ആ സമയത്തുള്ള ചിപ്സിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള പ്രോക്ടറും ഗാമ്പിളും കൂടെ ഒരു കെമിസ്റ്റ് ആയിട്ടുള്ള ബോറിനെ ഒരു ടാസ്ക് ഏൽപ്പിക്കുന്നത്. ടാസ്ക് മറ്റൊന്നും ആയിരുന്നില്ല, ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പോട് കൂടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ചിപ്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. അങ്ങനെ നീണ്ട 2 വർഷത്തിന് ശേഷം ഫ്രെഡറിക് ജെ ബോർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ബോർ ഡിസൈൻ ചെയ്ത ഷേപ്പാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രിങ്കിൾസിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, സാഡിൽ ഷേപ്പ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. സാഡിൽ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിൽ ഹൈപ്പർബോളിക് പരാബോളോയിഡ് ആണ്. എന്തുകൊണ്ട് ഹൈപ്പർബോളിക് പരാബോളോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് ഇത്രയും അധികം ഷേപ്പ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ ഒരു ഷേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടതുപോലെ തന്നെ ഇതൊരു ഡബ്ലി റൂൾഡ് ആയിട്ടുള്ള സർഫേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പ് കാരണം ചിപ്സിന് മാക്സിമം സ്ട്രെങ്ത്തും അതേപോലെ തന്നെ സ്റ്റെബിലിറ്റിയും കിട്ടും. അതായത് പ്രിങ്കിൾസ് കഴിച്ചവർക്കറിയാം, ഇവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പോലും അത് സെൻറ്ററിൽ നിന്ന് 2ആയിട്ടാണ് കട്ടായി വരുന്നത് അല്ലേ, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അത്രയും സ്റ്റെബിലിറ്റി എന്തുണ്ട് ഈ ചിപ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതോടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ ബ്രേക്കിങ്ങും നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും. ചിപ്സിൻ്റെ പ്രൊഡക്ഷൻ സമയത്തായിക്കോട്ടെ, അത് ചിപ്സ് കൺവെയർ ബെൽറ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ചിപ്സ് വെയ്റ്റ്ലെസ് ആയിട്ട് പാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും അത് പാക്കിംഗ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സ്റ്റാക്കിംഗ് നടത്തുവാനും ഇതുവഴി സാധിക്കും. ഇതുകൊണ്ട് തന്നെ പ്രിങ്കിൾസ് എന്ന പൊട്ടറ്റോ ചിപ്സിൻ്റെ പ്രൊഡക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ വലിയ തോതിൽ ഉയർന്നിട്ടുണ്ടെന്ന് വേണം പറയാം. ഒരു ഷേപ്പ് കൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഇത്രത്തോളം പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ അതിന് പിന്നിലുള്ള മാത്തമാറ്റിക്സിൻ്റെ പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. 2011 തന്നെ 14 രാജ്യങ്ങളിലധികം ഈ ഒരു പൊട്ടറ്റോ സ്നാക്ക് പ്രിങ്കിൾസ് എന്ന് പറയുന്ന നമ്മുടെ പൊട്ടറ്റോ സ്നാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. 2012 ആയ സമയത്ത് 4th മോസ്റ്റ് പോപ്പുലർ സ്നാക്കായിട്ടും അത് മാറിയിട്ടുണ്ട്. അതായത് മാത്തമാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കണക്ക് കൂട്ടലുകളും അതുപോലെ തന്നെ കുറച്ച് ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് മാത്രമല്ല, നമ്മുടെ നിത്യജീവിതത്തിൽ മാത്തമാറ്റിക്സിനുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ ആരും തന്നെ അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് ആരും ഒന്നും വെറുതെ പഠിക്കുന്നതല്ല, പഠിപ്പിക്കുന്നതുമല്ല. അപ്പോൾ കൂടുതൽ ആപ്ലിക്കേഷൻസുമായിട്ട് എന്തിനാ പഠിക്കണേ സീരീസിൽ നമുക്ക് വീണ്ടും കാണാം. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് എപ്പിസോഡ്. താങ്ക് യു.